തപസ്സിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്നു കാണുവാൻ. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. ഹൃദയ മൃദുല തന്ത്രേന്തി ദേവാമൃതം. വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്തേ ഹരുമസഖിത നദരകാന്തിയോ. ഓമലേ പറയൂ നീ വെണ്ണിൽ നിന്നു. ഹലോ ഹായ്, വെൽക്കം ബാക്ക്. വിയാലോചിയുടെ പുതിയൊരു വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ അമ്മ മരുമകൾ കോംബോ ഒക്കെ കാണാണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം. അമ്മനെ കിട്ടാറില്ല, കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ചുമ്മാ പിടിച്ചത് ആള് കവറൊക്കെ ആയിട്ട് എവിടെയോ പോവാൻ വേണ്ടി തൈര് മേടിക്കാൻ പോകാനായിട്ട് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് വലിയൊരു പണിയൊക്കെ കിട്ടി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചോറും കറികളൊക്കെ ഒന്ന് കളയേണ്ടതായിട്ടൊക്കെ വന്നു. അപ്പൊ അങ്ങനെ രാവിലെ 1-ാം തീയതി ആയിട്ട് നല്ല 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 പണിയിൽ കൂടെ ഒക്കെ കിടന്നു പോവായിരുന്നു. നല്ലൊരു 1-ാം തീയതി എല്ലാവർക്കും നേരുന്നു അല്ലെ? നമുക്ക് നല്ല 1-ാം തീയതി ആയിരുന്നു. അല്ല, ഇത് ആഗസ്റ്റ് 1 ഇതിന് പ്രധാനമില്ല. ഇംഗ്ലീഷ് മാസത്തില്. പക്ഷെ എന്നാലും ഇതില് ഒട്ടേറെ ഇതുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ ദിനം വരുന്നുണ്ട്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്റെ പിറന്നാള് വരുന്നുണ്ട്, അമ്മൂന്റെ പിറന്നാള് വരുന്നുണ്ട്. ഏറ്റവും അവസാനത്തേക്കല്ലേ വരുന്നത്? ചിങ്ങമാസില അതൊന്നും നോക്കിട്ട് പറഞ്ഞാൽ മതി. അയ്യോ, അച്ഛന്റെ പിറന്നാള് ഈ മാസമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, കറക്റ്റ് ഓർമ്മയില്ല. അത് നോക്കാനായിട്ട് അത് നോക്കാൻ വേണ്ടി നോക്കിട്ട് വരാം. അപ്പൊ ഇന്നത്തെ നല്ല 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 വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടി വീഡിയോ ഒക്കെ ആയിട്ട് വരാന്നൊക്കെ വിചാരിച്ചു. നോക്കിയോ? ഈ മാസം അച്ഛന്റെ പിറന്നാളാണ്. അല്ല, എത്രാം തീയതിയാ അത് പറയാൻ പറ്റില്ല. ശ്രീകൃഷ്ണ ജയന്തി എന്നാണോ അന്നാണ് അച്ഛന്റെ പിറന്നാള്. ആണോ? അച്ഛന്റെ പിറന്നാൾ കഴിഞ്ഞിട്ടാണ് എന്റെ ബർത്ത്ഡേ വരുന്നത്. എനിക്ക് എപ്പോഴും കേക്ക് മുറിക്കുമ്പോ അച്ഛൻ നമുക്ക് അടുത്ത ദിവസത്ത് വരും, അവിടെ നിന്ന് തുടങ്ങും. അച്ഛൻ്റെ ഒരാൾക്ക് ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടാകും, 2 അറുപത് മുറിച്ചേക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ എല്ലാവരും ഭയങ്കര വിഷമത്തിലാണല്ലേ വയനാട് ദുരന്തം. അതെ അതെ, 250 ഇന്നലെ രാത്രി വരെ പറയുണ്ടായിരുന്നു. നാട് മൊത്തം അച്ഛനും അമ്മയൊന്നും ഇല്ലാണ്ട് കുഞ്ഞു മോളെയൊക്കെ അല്ലേ കാണുമ്പോ തന്നെ ഭയങ്കര വിഷമാണ്. വലിയൊരു ദുരന്തത്തിനിടയിൽ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഒരുപാട് വിഷമം തോന്നുന്ന നിമിഷങ്ങളാണ് അതൊക്കെ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കിടന്നുറങ്ങി പിറ്റേ ദിവസം കാലത്തായപ്പോ ഒന്നുമില്ല അവിടെ. ആ ഒരു ഞങ്ങളും എന്തൊക്കെ ആവുന്ന ആർക്കും പറയാൻ പറ്റില്ല അല്ലെ. നമ്മുടെ കുറച്ചാണ്ട് നീങ്ങി കടലെടുക്കാം, തിരക്കുള്ളൂ. അപ്പം എന്താ പറയാ, അത് വലിയൊരു വിഷമത്തോടെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ കുറെ പേർക്ക് കുറെ ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് തന്നേക്കാന്ന് വിചാരിച്ചു. മഴ കാര്യങ്ങളൊക്കെ ഇന്നൊരു ശകലം കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ചൂട് വെയിലൊക്കെ ഉള്ള ദിവസമാണല്ലേ. അപ്പം ചൂട് വെയിൽ ഒക്കെ ഉള്ള ദിവസമാണ് ഞങ്ങൾക്ക് പണി കൂടുതലുള്ള ദിവസം. ഇത്തിരി വെയിൽ കാണുന്നുണ്ടല്ലേ, ഇന്നലത്തെ പോലെയല്ല. ഇന്നലെ ഇത്തിരി മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാലത്ത് ഒരു അരമണിക്കൂറോളം വെയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് മഴയായിരുന്നു. പിന്നെ ചേച്ചിനൊന്നും ഒട്ടും കിട്ടണില്ല. വീഡിയോ ഇടയ്ക്കൊന്നും ആരൊന്നും വിഷമം വിചാരിക്കേണ്ട. ഇപ്പൊ നൈറ്റ് എണ്ണം കൂട്ടി കൊച്ചുങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐറ്റങ്ങളുടെ എടുത്തിട്ടുണ്ടോ? ഇല്ലില്ല, ഐറ്റങ്ങൾ എടുത്തിട്ടില്ല. ഇന്നിപ്പോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ വിളിയൊന്നും വന്നിട്ടില്ല. എന്തായാലും പോയി കൊണ്ടുവരണം. ഞാൻ ഉറങ്ങാൻ പറ്റണില്ല. ഉറങ്ങിയില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇയർ ബാലൻസ് ഒക്കെ ഉള്ളത് കാരണം കൊണ്ടേ. അപ്പൊ അത് കണ്ട് നമ്മൾ നീങ്ങണ്ടേ എന്ന് കരുതിയിട്ട് നിക്കണ്. വിച്ചാണ് പോയി കൊണ്ടുവരണേ. അമ്മൂന് ഇപ്പൊ സുഖമായി അമ്മ പോയി കൊണ്ടുവന്നേനെ. പക്ഷെ ഉറപ്പില്ല. രണ്ടുപേരുടെ മുന്നിൽ നിന്നാ ഞാൻ അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല. സ്ഥിതിക്ക് പാറോനും പൂഞ്ചേരൊക്കെ കൊണ്ടുവരണോണ്ട് പൂഞ്ചയൊക്കെ പുറകിലും മര്യാദക്ക് പിടിച്ചിരുന്നോളൂ. ജാനിക്കുട്ടി അങ്ങനല്ല. ജാനിക്കുട്ടി ഫ്രണ്ടിൽ ഇരുന്ന് വണ്ടി ഇതാക്കും, അങ്ങനെയുള്ള കുറച്ച് കുൽസിത പ്രവർത്തികളൊക്കെ ഉണ്ട്. പക്ഷെ ജാനിക്ക് ഫ്രണ്ടിലിരിക്കണം നല്ല ഇഷ്ടം. ബാക്കിൽ ഇരുന്ന് എന്റെ മടിയിലിരുന്ന് അവൾക്ക് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകണം. അപ്പൊ ഒരു ചെറിയൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കൂടെ എടുത്ത് പറയണേ. അതായത് നമ്മളെ ജാനിക്കുട്ടിക്ക് എഴുത്തിന് ഇരുത്തിയില്ലേ, അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് പ്ലാൻ ആളെ നഴ്സറിയിൽ വിടാനാണോ? പിന്നെ അതേപോലെ തന്നെ വിജയദശമിക്കല്ലേ എഴുത്തിന് ഇരുത്തുന്നത്, വിജയദശമിക്കല്ലേ അവരെ എഴുത്തിന് ഇരുത്തേണ്ടത് എന്നുള്ളൊരു കമന്റ് കണ്ടായിരുന്നു. അത് എന്താണ്, നമ്മള് കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയദശമിക്ക് മാത്രമല്ല നമ്മളിപ്പോ ഇവിടെ
കുച്ചിനെ അന്ന് തന്നെ ഒട്ടേറെ പേരുണ്ടായിരുന്നു എഴുത്തിനിരുത്താനായിട്ട്. നമ്മൾ എഴുതി അവിടെ അത് മാത്രമേ നടക്കണുള്ളൂ. എഴുത്തിനിരുത്തിലുള്ള കാവെന്ന് വെച്ചാൽ നമ്മുടെ അയ്യപ്പസ്വാമി വിദ്യാഭ്യസിച്ച് അതിന്റെയാണ് നമ്മളാ ഉൾക്കൊള്ളണത്. അപ്പൊ അതിന് ഇവിടെ കാലങ്ങളോ നേരങ്ങളോ മാസങ്ങളോ ഒന്നുമില്ല, വിജയദശമിയോ ഒന്നുമില്ല. അത് ഏത് സമയത്താണോ നമുക്ക് അനുയോജ്യമായത്, നമുക്ക് പോകാൻ സൗകര്യം എന്നാണോ അന്ന് പോയ. ചിലപ്പോ നമുക്ക് വിജയദശമിയുടെ അന്ന് പോകാൻ പറ്റില്ല, അന്ന് അത് തന്നെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഓരോരോ സാഹചര്യങ്ങളും പെൺകുട്ടികളുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ചിലപ്പോ പോകാൻ പറ്റിയെന്ന് വരില്ല. കൂടുതൽ ആ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, നമ്മളുടെ ഭാഗത്തുള്ളവർക്കും ഒക്കെ അറിയാൻ പറ്റും. കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന് അടുത്ത് വരെ വന്നിട്ട് അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞതെങ്കിൽ വന്ന് കണ്ടേനൊക്കെ. പേഴ്സണലായിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു, നമ്മുടെ ചാനലിലും അയച്ചു. നമ്മൾ ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ആ ഒരു പോക്ക് ആലോചിക്കാൻ പാടില്ലാത്തൊരു പോക്കാണ്. അതെ അതെ, പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് എന്റെ വയ്യാഴ്ചകളുടെ ജാനിയുടെ ഛർദിയും കാര്യങ്ങളും എന്റെയും ഇപ്പൊ തോന്നണ ഇനിയും പോയി വരാം എന്ന് തോന്നണു. പക്ഷെ എല്ലാവർക്കും ശാരീരികമായിട്ട് പാടുണ്ടായിരുന്നില്ല, ബുദ്ധിമുട്ട് എല്ലാവരും ഇങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മള് കൊച്ചിന്റെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചതാണ്, അത് പിന്നോട്ടേക്ക് വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ അത് അപ്പൊ തന്നെ നടത്തിയേക്കാം എന്ന് വിചാരിച്ചത് അങ്ങനെ അങ്ങ് പോയത് കേട്ടോ. പിന്നെ കുറെ പേർക്ക് നമ്മുടെ ഹെയർ ഓയിലിനെ പറ്റിയൊക്കെ ഡൗട്ട് ഉണ്ട്. അതെന്തായാലും വിച്ചു ഫ്രണ്ടിലോട്ട് വരേണ്ടി വരും. അമ്മ പോയി കേട്ടോ, കാര്യം തൈര് ഇവിടെ വരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചോറുണ്ണാൻ ലേറ്റ് ആവും. രാവിലെ കിട്ടിയ പണിന്ന് വെച്ചാൽ വിചലിമ്പിച്ച പണിയായിരുന്നു കേസ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ നമ്മുടെ കിണറ് വെല്ലിച്ചന്റെ ഒക്കെ ഇതിലാട്ട വരുന്നത്, ആ ഭായി വെല്ലിച്ചന്റെ ഒക്കെ പറമ്പിലാട്ട വരുന്നത്. അതിനകത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വീണ് ചത്ത് കിടക്കും. അത് ഞങ്ങൾ കണ്ടുപിടിക്കും. സ്വന്തമായിട്ട് കിണറില്ല പാർട്ണർഷിപ്പില്, അത് വെല്ലിച്ചന്റെ ഒരു സ്ഥലത്തോട്ടായി പോയി. അപ്പൊ നമ്മള് അതിന്റെ പ്ലാനിങ്ങിലാണ്, എവിടെ വേണം എങ്ങനെ വേണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. നമുക്ക് സ്ഥലവും ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ കുറെ ഇഷ്യൂസ് കാരണമാണ് ഇപ്പൊ കിണർ പുതുതായിട്ട് പണിയാത്തത്. അപ്പൊ വെല്ലിച്ചന്റെ ഇതിൽ വന്നേക്കുന്നതുകൊണ്ട് ഇവിടെ അവര് താമസമില്ല, അവർക്ക് വേറെ സ്ഥലത്താണ് വീട്. അപ്പൊ അതുകൊണ്ട് നമ്മളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പക്ഷെ കെട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിട്ട് ഇങ്ങനെ പൂച്ചയോ പട്ടിയോ അതുപോലെ ഈ എലിയോ, ഇന്ന് വേണ്ടത് വെറൈറ്റി സാധനമായിരുന്നു പെരിച്ചാഴി. അപ്പം ഈ വക സാധനങ്ങളൊക്കെ വീണ് കിടക്കും. അപ്പൊ ഒരു ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അറിയും, സ്മെല്ല് വരും വെള്ളത്തിന്. ഇത് അധികം ദിവസം ഇന്നലെ വെള്ളം പൊങ്ങി കിടന്നോണ്ട് അമ്മ തുണി വിരിക്കാൻ പോയപ്പോഴത്തേക്ക് കണ്ടു. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇഷ്യൂ വരുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു കിണർ കാണോട്ടെ, നമുക്ക് കെട്ടിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് സ്വന്തം ഇതില്ലാതെ അങ്ങനെ കെട്ടാനും പറ്റില്ലല്ലോ. ഇനിയിപ്പോ അത് എന്താ പറയാ മറ്റൊരാളിലോട്ട് വിറ്റുപോകും അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് പിന്നെ അവിടുന്ന് വെള്ളമൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളപ്പോ അതിന്റെ ഒരു പ്ലാനിങ്ങിലാണ്. ഇവിടെ കിണർ പണിയെന്ന് പറഞ്ഞ അമ്മ തീരുമാനം തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് മാക്സിമം പറയുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞങ്ങളിങ്ങനെ ചാടി നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വേനൽ പെട്ടെന്ന് കഴിഞ്ഞ് ഇപ്പൊ തന്നെ മഴക്കാലം വേഗം വന്നു. അപ്പൊ കുത്തിയിട്ട് വലിയ കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി നടക്കില്ല കാര്യങ്ങളൊന്നും. അപ്പൊ ഇനിയിപ്പോ ഇനി വേനൽ വരുമ്പോ എങ്ങനെ നമുക്ക് നോക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. ഇടുക്കിക്ക് നിങ്ങൾ പോണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തേ പോകുന്നില്ലേ എന്നുള്ളൊരു കമന്റ് കണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ് പരിപാടി എന്നും പറയുന്നുണ്ടായിരുന്നു. ഇടുക്കിക്ക് നമ്മള് പോവാ, കാര്യം അവരൊരു ശകലം തിരക്കിൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. അപ്പൊ അവര് ഇന്നും തിരക്കായിട്ട് പോയേക്കുവാണ്. അപ്പൊ നമ്മള് മിക്കവാറും വരുന്ന ആഴ്ച ആദ്യമായിട്ട്, ചിലപ്പോ ഞായറാഴ്ച ആയിരിക്കും, ചിലപ്പോ തിങ്കളാഴ്ച ആയിരിക്കും, ചിലപ്പോ ചൊവ്വാഴ്ച ആയിരിക്കും, അതിൽ കൂടുതൽ പോയില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പപ്പാടെ അമ്മയുടെ അടുത്തോട്ട് പോണം. നമ്മള് കറക്റ്റ് ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല. അപ്പൊ അത് ഫിക്സ് ആക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. എന്തായാലും നമ്മൾ പോകും. കാര്യം ഇടുക്കി വ്ലോഗ് കാണാനായിട്ട് ഒത്തിരിയും പേര് വെയിറ്റിംഗ് ആണ്. പേഴ്സണലി എനിക്ക് എത്രയും മെസ്സേജ് ആണെന്നറിയോ. ഇടുക്കിക്ക് പോവാന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് എല്ലാവരും മെസ്സേജ് ആയിക്കോട്ടോ, സിന്ധു അമ്മേനെ കൊണ്ട് വിളിപ്പിക്കണേ, അതുപോണക്ക് എന്താ പറയാ ഒത്തിരി മെസ്സേജ് വരും കേട്ടോ. ഇടുക്കി ചെല്ലുമ്പം അവിടെ പോണേ ഇവിടെ പോണേ, പിന്നെ വീഡിയോസ് എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ. ഈ പ്രാവശ്യം നമ്മൾ ഇത്തിരി തിരക്കിട്ട കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പോകാൻ പറ്റുമെങ്കിൽ എല്ലാ കൂടപ്പുറപ്പുകളുടെയും വീട്ടിൽ കൂടെ ഒക്കെ പോകാൻ പറ്റിയില്ലെങ്കിൽ അതെന്താ അവിടെ പോവാഞ്ഞ് ഇവിടെ പോവാഞ്ഞെന്ന് ആരും വിഷമം വിചാരിക്കരുത്. ചിലപ്പോൾ അതൊക്കെ ചോദിക്കും. അതുകൊണ്ടാണ് മുൻകൂറെ പറഞ്ഞത്. കുറേ തിരക്കായിട്ടാട്ടോ പോകുന്നത്. പിന്നെ മാക്സിമം നമ്മൾ എല്ലായിടത്തും പോകാണ്ടൊക്കെ ശ്രമിക്കും. പിന്നെ എന്തിട്ടാ വിശേഷങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്നുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചേച്ചിക്കുട്ടി ഇന്നലെ സംസാരത്തിൽ ഇങ്ങനെ ചേഞ്ച് വരുത്തി. സംസാരത്തിൽ ഒരു വാക്ക് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഞാൻ മറന്നുപോയി, അപ്പം ഞാൻ തോന്നുന്നുണ്ട്. അത് നമ്മൾ നോർമലി അതങ്ങനെ പറഞ്ഞങ്ങ് പോകുന്ന കേട്ടോ. ഒരിക്കലും അത് നമ്മള് അങ്ങനെ തന്നെ വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ 2-3 പ്രാവശ്യമൊക്കെ പറയുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ. നമ്മൾ കോമൺ ആയിട്ട് അത് പറഞ്ഞു പോയി നോക്കാറുണ്ട്. ഞാനത് മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് സംസാരിച്ച് പോകുമ്പോ ആ ഒരു കാര്യം വന്നോണ്ടേയിരിക്കും. മാറ്റാനായിട്ട് പറ്റില്ല.
ഷാനിക്കുട്ടി ശാദം പറഞ്ഞില്ലല്ലോ. കൊച്ചിന് ഭയങ്കര ക്ഷീണാട്ടോ. രാവിലെ എനിക്ക് ഇച്ചിരി പാല് മേത്തപ്പഴമൊക്കെ തിന്നേണ്ട ക്ഷീണം. ജനനമാസത്തിൽ മുടി വെട്ടാൻ പറ്റാത്ത കാരണം ഒരാളെ എന്നെ കൊണ്ട് കഴിഞ്ഞ മാസത്തിൽ കയറ്റി അങ്ങോട്ട് വെട്ടിച്ച് കണ്ട 3 ദിവസമായല്ലേ കെട്ടി വയ്ക്കുന്നോണ്ട് ആരും ശ്രദ്ധിക്കുകയല്ല. പക്ഷെ ഇതിപ്പോ കെട്ടാൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇത്ര മുടിയൊക്കെ ഉള്ള ഒരു അമ്മ കെട്ടി ഇട്ട് വെക്കുന്നത്, എനിക്ക് കെട്ടിയിട്ട് വലിച്ചിട്ട് വന്നിട്ടൊന്നും അങ്ങനെ ടൈറ്റ് ആവുന്നില്ല കേട്ടോ. മിനിയാന്ന് ചൂട്ടിനടി ഇട്ടുന്നത് അല്ല, കുറച്ചേറെ വെട്ടിയില്ലേ, കുറച്ചേറെ കേട്ടി വെട്ടി, ഒരു ഇത്രത്തോളം വെട്ടിക്കളഞ്ഞു ഇല്ലേ. അത്യാവശ്യം നല്ല നീട്ടം നന്നായിട്ട് താഴെ വെട്ടിക്കളം പറഞ്ഞു, ഞാനങ്ങ് വെട്ടി. മുടിയല്ലേ ആശാനെ വളരെ. നമ്മുടെ ഓയിലും ഇല്ലേ കടയിൽ പോകുന്ന കേട്ടോ. അമ്മ ഞാൻ പറഞ്ഞില്ല, അച്ഛന് തൈര് മേടിക്കാൻ വേണ്ടി പോന്ന. ഇന്നലെ ഇവിടെ കൂടെ ഒരു പാമ്പ് ഓടി വന്നു കേട്ടോ, മിനിഞ്ഞാന്ന് രാത്രി. അതേ പിന്നെ നമ്മൾ ഇവിടെ ക്ലിയർ അതേ പിന്നെ നമ്മളല്ല, ഞാന് തുടക്കട്ടോ. എന്ത് തൊടും, എന്റെ പെരുന്നാണേ അല്ല ഗൈസ്. കഴിഞ്ഞ ദിവസം ഒരു രാത്രി ഒരു 2 ദിവസം മിനിഞ്ഞാന്നല്ലേ, ഒരു ഒറ്റ അലറിച്ചു കേട്ടോ അമ്മ. ഞാൻ വിചാരിച്ചു അമ്മയുടെ തലയിട്ട് ഇതിങ്ങാണ് ഇടിഞ്ഞു പൊളിഞ്ഞു. അമ്മാതിരി കാർ ചെയ്യുന്നുണ്ടോ. ഞാനും വെച്ചു അടുക്കളേന്ന് മറ്റേ ഈ ഗിയറിട്ട് അല്ല മറ്റേ ബ്രേക്ക് ചവിട്ടിക്കറില്ല ഇങ്ങനെ എന്നാന്ന് ചോദിച്ചു. ഒരു പാമ്പ് ഇവിടെ വരെ വന്ന് പെരിച്ചാഴിനെ ഓടിച്ച്. അപ്പൊ അമ്മയുടെ കാഴ്ചയായിട്ട് പെരിച്ചാഴിനെ ഇട്ടിട്ട് പാമ്പിന്റെ വഴിക്കോടി. അപ്പൊ ഇതുങ്ങളാണെങ്കിലേ വിച്ച് മറ്റേ മേളിൽ ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ ലൈറ്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇറങ്ങി നോക്കി എവിടെയെല്ലാം ഉണ്ടോന്നൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. കാര്യം ഫുള്ള് ഇവിടെയൊക്കെ അവിടെ പാമ്പുണ്ട്. ഫുള്ള് ഇവിടെയൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് അമ്മ കുറെ ചെടികളൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ ആ ഭാഗത്തോട്ട് ശ്രദ്ധിക്കത്തില്ല. ആ കടിക്കും. ഉള്ള മുട്ടായി കവറും അതും ഇതും എല്ലാം കൂടെ കൊണ്ട് ഇങ്ങോട്ടേക്ക് ഡബ് ചെയ്യും ഈ ജാനിക്കുട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ എല്ലാം വിച്ചു ആയാലും വണ്ടി എടുക്കാൻ വേണ്ടി ഇത് കൂടെ അല്ലേ പോകുന്നത്. അപ്പൊ വെറുതെ പിടിച്ച് കടിച്ച് നമുക്ക് ആശുപത്രി കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ ഫുള്ള് ക്ലീൻ ചെയ്തു കൈസ്. ഇന്നലെയും കമന്റ് ഉണ്ടായിരുന്നു അവിടെ ഒരു ടർപ്പായ മേടിച്ച് അല്ല ഷീറ്റ് അടിക്കാൻ പറഞ്ഞിട്ട്. അത് നമ്മൾ ചെയ്യാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇങ്ങനെ ചവിട്ടി നിക്കുന്നതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. സൺസൈഡ് അല്ലേ, സൺസൈഡ് കുറച്ച് ഇതാക്കി അതുകൊണ്ട് തേച്ചിട്ട് പറക്കിട്ട് ഒന്നുമില്ല, അതിന് വലിയ ബലമൊന്നുമില്ല. അതെ പണ്ട് അത് ചെയ്യാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 അടയ്ക്കാമരം നിൽക്കണ്ടായി. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് പണ്ട് അച്ചിച്ചിനുള്ള സമയത്ത് അത് വെട്ടാൻ സമ്മതിച്ചില്ല. അതുള്ള പോലെ അങ്ങോട്ട് തെറ്റാൻ പറഞ്ഞു. ഇത് കണ്ട സൺസൈഡിന് നീട്ടൊന്നുമില്ല, കണ്ട ചെറിയൊരു ഇത്. അതുകൊണ്ടാണ് അത് നമ്മളിപ്പം തേച്ചിട്ടും ഇല്ല, ഒന്നുമില്ല കേട്ടോ. അത് അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഈ മഴക്കാലത്ത് നമ്മളത് ആരും കയറ്റാത്തത്. ആരും ജീവൻ പണയപ്പെടുത്തിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഒന്ന് വെയിലൊക്കെ വന്നൊന്ന് സെറ്റൊക്കെ ആകുമ്പോൾ നമ്മള് കാറിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കും. ഇത്രയും പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് അടിക്കാൻ സമയമായില്ലെന്ന് കുറെ കമന്റ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അത് റെഡിയാക്കാം. പിന്നെ കുറച്ച് പേർക്കുള്ള ഡൗട്ടാണ് ഓയിലിൻ്റെ കാര്യം. ഇന്ന് ഞാൻ രാവിലെ അതുകൊണ്ട് കുളിക്കാണ്ട് നിൽക്കുകയാണ് കേട്ടോ. കാര്യം നമ്മൾ എന്താ പറയുക, ഓരോ ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഇടുമ്പോഴൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടംപോലെ കമൻറ്റ്സ് വരും കേട്ടോ. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരുമോ, അമ്മ എന്താ കാണിച്ചു തരത്തെ. ഞാൻ പല വീഡിയോസിനകത്തും കാണിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ആരും അത് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഹെയർ ഓയിൽ എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, എത്ര നേരം അത് തേച്ചിട്ടിരിക്കും എന്നുള്ളതൊക്കെ കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മുടിയൊക്കെ അഴിച്ചിട്ട് നല്ല പടപ്പത്തല പടപ്പത്തല പണ്ട് ഇങ്ങനെ അഴിച്ചിടുമ്പത്തേക്ക് വെല്ലുമിച്ച പടപ്പത്തലായിട്ട് നടക്കാം. കോണ്ടൊക്കെ അടി വെക്കടി അറിയായിരുന്നു കേട്ടോ. സ്കൂളിലൊക്കെ പോകുമ്പോ അഴിച്ചിട്ടിട്ട് പോകാൻ കൊതി. അന്ന് ഭയങ്കര മുടിയായിരുന്നു. ഞാൻ വലിയ സംഭവമായിരുന്നു. ഇന്നത്തെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടി പോവാൻ കേട്ടോ. ഇവിടെ ഒരാളെ ഞാനിങ്ങനെ നിർത്തിയിട്ടുണ്ട്. അല്ല ഗൈസ്, എൻ്റെ കൈ വീണപ്പോൾ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. കാര്യം കൈ ഇടിച്ചിട്ട് ചെറിയൊരു നമ്മൾ വണ്ടിയിൽ നിന്ന് വീണപ്പോഴും. അപ്പോൾ അതിൽ പിന്നെ എനിക്ക് കൈ അങ്ങനെ വലുതായിട്ട് പുറകിലോട്ട് പൊക്കാനോ പിറക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. അത്യാവശ്യം വേന കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒരാളെ ആവശ്യമാണ് എപ്പോഴും. മതി. അപ്പം ഞാൻ വിച്ചൂസിനെ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. കുറേ പേർക്ക് ഡൗട്ടുണ്ട് നമ്മളിത് എങ്ങനെയാണ് മുടിയുടെ ഇഴകളിലാണോ അതോ സ്കാൽപ്പിലാണോ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യമായിട്ട് ഞാൻ തേച്ച് പിടിപ്പിക്കാം. ഇത് ഞങ്ങളുണ്ടല്ലോ ഒരു 4-3 മാസം കണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ബോട്ടിൽ 1 ലിറ്ററിന്റെ ഓയിൽ എടുത്തിട്ട്. പക്ഷെ ചകു പോകും തീർന്നു ഇപ്പൊ തന്നെ. നമ്മുടെ ഇവിടെ എല്ലാവരും നന്നായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ.
തലയോട്ടിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിപ്പോൾ നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ള ഒരാൾ വേണമെന്നൊന്നുമില്ല. പിന്നെ എനിക്ക് കൈ ഓവറായിട്ട് പുറകോട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് വിച്ചുവിൻ്റെ സഹായം തരുന്നത്. എപ്പോഴും ഒന്നും ചെയ്തു തരാറില്ല. പിന്നെ ഉണ്ടല്ലോ കുറേ പേരുടെ ഡൗട്ടാണ് കേട്ടോ, ഇത് എത്ര നേരം വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതൊക്കെ. നമ്മൾ നോർമലി ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ അത് എന്താ കുഴപ്പമൊന്നുമില്ല, തല ഇരുന്നുമ്പോഴോട് കുഴപ്പമൊന്നുമില്ല. ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂറോളം തല വെച്ചതിന് ശേഷം മാത്രം കഴുകി കളയാം. അപ്പം സെറ്റ്. കടയിൽ പോയാ ഓക്കെ. കടയിൽ പോയി പച്ചക്കറിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ തൈര് മാത്രം മേടിച്ചിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അമ്മ മേടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ. പിന്നെ കുഞ്ഞു കുട്ടികളോടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യട്ടെ. കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹിമാലയയുടെ ഒരു ഷാമ്പു മേടിച്ചിട്ട് കഴുകി കളഞ്ഞേക്കാം. നമുക്ക് ദൈവം സഹായിച്ച് നല്ല റിസൾട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ നമുക്ക് റിസൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. ആ ചേച്ചി സ്ഥിരമായിട്ട് ഞാൻ ഹെയർ ഓയിലിൻ്റെ എന്തിട്ട് വീഡിയോ ഇട്ടാലും പറയൂ കേട്ടോ, റേറ്റ് കൂടുതലാണെന്ന്. എൻ്റെ നിന്ന് മേടിച്ച ഒരു ഫാമിലി മെമ്പേഴ്സും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ റേറ്റ് കൂടുതലാണെന്ന്. കാര്യം ഏറ്റവും ചെറിയൊരു എമൗണ്ടിനാണ് നമ്മൾ ഓയിൽ കൊടുക്കുന്നത്. യൂട്യൂബിലൊക്കെ പല ഹെയർ ഓയിലുകളുടെ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. 2000, 3000, 2500, 1500 ഒക്കെയാണ് അവർ 1 കിലോയ്ക്ക് മേടിക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കുറച്ചാണ് കേട്ടോ മേടിക്കുന്നത്. പിന്നെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ദൈവം ഒരിക്കലും അതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. കാര്യം അത്രയും ഹാർഡ് വർക്കിലൂടെ അത്രയും കഷ്ടപ്പാടി നിന്ന് നമ്മൾ കയറി വന്നതല്ലേ വെച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ഒരു പേടിയില്ല. നിങ്ങളൊന്നും അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരോട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാലും മേടിക്കുന്നവർക്ക് അറിയാം സത്യാവസ്ഥ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ താല്പര്യമില്ല, നിങ്ങൾ മേടിക്കാണ്ടിരിക്കുക. ഒരാളെ തകർക്കാൻ നോക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷേ ഒന്നുമല്ല, നമ്മളുടെ ഓയിൽ മേടിക്കുന്നവർക്കറിയാം. ചുമ്മാ മേടിക്കാണ്ട് നമ്മളെ തകർക്കാൻ നോക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ഇന്ന് പറഞ്ഞോട്ടെ. ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ ഒക്കെ വില എല്ലാ വീട്ടമ്മമാർക്കും അറിയാം അല്ലേ, എത്രയാണ് റേറ്റ് എന്നുള്ളത്. നമ്മൾ സാധാരണ എല്ലാവരും വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്ന. അപ്പം അത് നല്ല ആട്ടിയ എണ്ണയും കൂടെ ആകുമ്പോൾ അതിന് സ്പെഷ്യലി റേറ്റ് കൂടുതലാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റാപ്പർ, സ്റ്റിക്കർ, നമ്മുടെ പേരുള്ള സ്റ്റിക്കർ, അതുപോലെ തന്നെ ബോട്ടിൽ, ഇതിനെല്ലാം എമൗണ്ട് ആവും. നമുക്കൊന്നും ചുമ്മാ കടയിൽ നിന്ന് കിട്ടിയല്ലോ. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് വലിയൊരു ലാഭം എന്നൊന്നുമില്ല. പിന്നെ കിട്ടുന്നതിന് ഇച്ചിരി അത് അനക്കാണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാണ്ട് വലിയൊരു എമൗണ്ട് ഒന്നും ഒരാളുടെ മറ്റേ നീലക്കുപ്പിയിലുള്ള ബോട്ടിലുണ്ടല്ലോ, അതിന് തന്നെ ഉണ്ട്. ഇത്ര ഉള്ളൊരു ബോട്ടിലിന് തന്നെ ഉണ്ട് 35-40 രൂപ. അപ്പൊ അല്ലേ, അപ്പൊ അതൊക്കെ എന്തോരോ. അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാണ്ടില്ല, പറഞ്ഞു നമ്മളും കഴിയും നിങ്ങളും കഴിഞ്ഞു പോകും. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഇത് വെച്ചോണ്ട് ഞാനൊരു കുറേ നേരം ഇരിക്കും, എന്നിട്ട് ഞാൻ കുളിക്കുള്ളൂ കേട്ടോ. ഡെയിലി ഒന്നും ഷാമ്പു യൂസ് ചെയ്യല്ലോ. ഡെയിലി ഷാമ്പു സോപ്പൊന്നും യൂസ് ചെയ്യുന്ന കൊള്ളില്ല കേട്ടോ മുടിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ പോയി കഴുകി കളയാം. ഇത്രേ ഉള്ളൂ. താങ്ക് യു. ഞാനും ചെറിയൊരു താങ്ക് യു പറഞ്ഞേക്കാം. ഓക്കെ, വെറുതെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നിപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കൊടുത്തിട്ടുള്ള ബെല്ലൈക്കനും കൂടി വെച്ച് പിടിച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും